ഗ്രീഷ്മ എന്ന കുറ്റവാളി എത്രമാത്രം ഒരു ക്രിമിനൽ എന്ന നിലയ്ക്ക് അന്വേഷണ ഘട്ടത്തിൽ സ്ട്രോങ് ആയിരുന്നു? അന്വേഷണത്തിന്റെ ആദ്യ അവസരത്തിൽ തന്നെ ഗ്രീഷ്മ ഒരു കുറ്റകൃത്യം ചെയ്ത് തഴക്കവും പഴക്കവുമുള്ള ഒരാളെ പോലെ തന്നെയാണ് അന്വേഷണത്തെ നേരിട്ടത്. അതായത് സ്വന്തമായിട്ട് കഥമെനയുകയും സത്യാവസ്ഥ വളരെ വിദഗ്ധമായിട്ട് മറച്ചു വെക്കുകയും അതിന് ഉപോത്പകമായി താൻ തന്നെ സൃഷ്ടിച്ച ചില തെളിവുകൾ നിരത്തുകയും ചെയ്തുകൊണ്ടാണ് ഗ്രീഷ്മ അന്വേഷണത്തെ നേരിട്ടത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും മാനസികമായിട്ടുള്ള ഒരു പശ്ചാത്താപമോ പതർച്ചയോ ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. തെളിവുകൾ വെച്ച് ചോദ്യം ചെയ്തതുകൊണ്ടും ഗ്രീഷ്മ പറഞ്ഞത് കള്ളമാണെന്ന് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഖണ്ഡിക്കാൻ സാധിച്ചുകൊണ്ടുമാണ് കേസ് മുന്നോട്ട് പോയത്. ഒരിക്കലും ഒരു പശ്ചാത്താപത്തിന്റെ മാനസികാവസ്ഥയിലൂടെ ഗ്രീഷ്മ കടന്നുപോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റ് പല സ്ഥലങ്ങളിലും ഗ്രീഷ്മയെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴും പല ഭാഗങ്ങളിലും സ്റ്റേറ്റിന് പുറത്തും ഒക്കെ കൊണ്ടുപോയപ്പോഴും ഗ്രീഷ്മയ്ക്ക് ഒരു തന്നെ സ്നേഹിച്ച ഒരു യുവാവിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒരു പ്രതിയാണ് താൻ പൊതുജന മധ്യത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത പോലും ഗ്രീഷ്മയ്ക്ക് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കെ ജെ ജോൺസൺ, ഈ ഗ്രീഷ്മ നടത്തിയ ആത്മഹത്യാ ശ്രമത്തിന്റെ യാഥാർത്ഥ്യം? ഗ്രീഷ്മ നടത്തിയ ആത്മഹത്യാ ശ്രമം എന്ന് പറഞ്ഞാൽ ഏകദേശ കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുകയും ഗ്രീഷ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കളവാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ ഗ്രീഷ്മനെ നമ്മൾ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ സർവൈലൻസിൽ അസമയമായതാൽ രാത്രി ചോദ്യം ചെയ്യൽ അവസാനിച്ചപ്പോൾ അസമയമായതിനാൽ അവിടെ നിരീക്ഷണത്തിൽ വെച്ചത്. അപ്പം ഈ തുടർന്നുള്ള അന്വേഷണത്തെ പൊളിക്കുന്നതിന് വേണ്ടി ആത്മഹത്യ ഒരു നാടകം നടത്തിയതാണ് ഗ്രീഷ്മ. പിറ്റേ ദിവസം തന്നെ അതിൽ നിന്നും റിക്കവറി ആയി. അതുകൊണ്ട് തന്നെ മരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു യഥാർത്ഥമായിട്ടുള്ള ആത്മഹത്യാ ശ്രമമല്ല നടത്തിയെന്നാണ് എനിക്ക് അന്ന് ബോധ്യപ്പെട്ടത്. ശ്രീ കെ ജെ ജോൺസൺ, ഏറ്റവും ഉള്ളുലയ്ക്കുന്ന ഒരു കാര്യം, തനിക്ക് കഷായത്തിൽ കലക്കി തന്ന വിഷത്തേക്കാൾ വലിയ കൊടും വിഷമാണ് തനിക്കൊപ്പം ഈ കാലങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുത് എന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഷാരോണിന്റെ ഈ നൈർമല്യം, ഈ നിഷ്കളങ്കത, തന്റെ പ്രണയിനിയോടുള്ള സ്നേഹം, ഇത് എത്രമാത്രം ഗ്രീഷ്മ മുതലെടുത്തിട്ടുണ്ട്? അന്വേഷണ ഘട്ടത്തിൽ മുതലെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മരിക്കും അല്ലെങ്കിൽ മരിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ വിഷം പകർന്ന് നൽകിയതിന് ശേഷവും ഗ്രീഷ്മ ഈ പറയുന്ന ഷാരോണിനോട് തേൻ പുരട്ടിയ വാക്കുകളിലൂടെയാണ് സംസാരിച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് കൂട്ടുകാരനായ റെജിനോട് ഈ ഷാരോൺ അവൾ ചതിച്ചുവെന്നും മറ്റും പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അയാൾക്ക് മനസ്സിലായതാണ്. പക്ഷേ എന്നാൽ പോലും മറ്റ് നിയമ നടപടികൾ വന്ന് ഗ്രീഷ്മ അതിൽ കുടുങ്ങരുതെന്നും ശിക്ഷിക്കപ്പെടരുതെന്നും ആ പ്രണയത്തിൻ്റെ ഏറ്റവും അഗാധത ആഗ്രഹിച്ചിരുന്നില്ല.